നമസ്കാരം. ഇപ്പോൾ പുതിയൊരു താരം ഇറങ്ങിയിട്ടുണ്ട്. പ്രശാന്ത് മലവയൽ എന്ന് പറയും. അതായത് കൽപ്പറ്റയിലെ നിലവിൽ MLA ആകാൻ വേണ്ടി മത്സരിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ് പ്രശാന്ത് മലവയൽ. ഈ മലവയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം BJPയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്. വയനാട് ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് ഈ പ്രശാന്ത് മലവയൽ. ഈ പ്രശാന്ത് മലവയലിന് കഴിഞ്ഞ ടൗൺഷിപ്പ് രൂപീകരിക്കുന്ന കാലഘട്ടം മുതൽ, ടൗൺഷിപ്പ് ഉണ്ടാകുന്ന സമയം മുതൽ, ഉണ്ടാക്കി തുടങ്ങിയ കാലം മുതൽ ഈ ആരും വിളിക്കാത്തിടത്ത് പോവുക എന്നുള്ള ഒരു സ്വഭാവ പ്രകൃതക്കാരനാണ് ഈ പ്രശാന്ത് മലവയൽ. ഈ പ്രശാന്ത് മലവയൽ നിരന്തരമായി ടൗൺഷിപ്പ് നടക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് എത്തുക, ആ എസ്റ്റേറ്റിൽ കയറി നിന്നുകൊണ്ട് ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ പറയുക, അവിടെ നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുക, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ഇവിടെ കൊണ്ടുവന്ന് മറിച്ചിട്ടാണത്രേ ഇവിടെ ഈ സാധനങ്ങളെല്ലാം, അതായത് ടൗൺഷിപ്പ് പൂർത്തീകരിച്ചത് എന്നൊക്കെ പറയുന്ന ആന മണ്ടത്തരങ്ങൾ, വിടുവായത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് പ്രശാന്ത് മലവയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി. ഇപ്പോൾ കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നടന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നാലേ നിന്നെ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കൂ എന്നെന്തോ ആരോ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പിൻബലത്തിലാണ് ഈ രീതിയിൽ ഒട്ടും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നീട് വയനാട് തുരങ്കപാത സംബന്ധിച്ച് 2000 കോടിയുടെ പ്രോജക്റ്റ് എന്തിനാ 120 കോടി രൂപ മുടക്കി കഴിഞ്ഞാൽ ഇവിടെ എന്തോ ബദൽ സംവിധാനം ഒരുക്കാൻ കഴിയുമല്ലോ എന്നൊക്കെയാണ് പ്രശാന്ത് മലവയലിൻ്റെ പുതിയ കണ്ടെത്തലുകൾ. അങ്ങനെ പക്ഷേ എന്താണ് ആ ബദൽ സംവിധാനം എന്നുള്ളതിനെക്കുറിച്ച് പ്രശാന്ത് മലവയലിന് പറയാനൊന്നുമില്ല. പ്രശാന്ത് പലപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങളോട് വലിയ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രശാന്ത് എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡ്. അതാകുമ്പോൾ ആരും ചോദിക്കാനും പറയാനൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ പ്രശാന്തിന് പക്ഷേ ആ ഒരു ബദൽ സംവിധാനം എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും ഈ പറയുന്ന പാറപൊട്ടികൾ നടത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഈ തുരങ്കപാതയുടെ ആവശ്യം തൽക്കാലം വയനാടുകാർക്കില്ല എന്നുള്ളതാണ് പ്രശാന്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. പിന്നെ തന്നെയല്ല, ഈ പ്രശാന്തിൻ്റെ വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ നിന്ന് പൊട്ടിക്കുന്ന ഈ പറയുന്ന പാറകളുമൊക്കെ എവിടെ കൊണ്ടുവന്നാണ്, അല്ലെങ്കിൽ എന്തിനായിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത് തുടങ്ങിയ വല്ലാത്ത സംശയങ്ങൾ പ്രശാന്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുന്ന് കേന്ദ്ര ഫണ്ട് കിട്ടിയിട്ടാണ് ഇവിടെ ടൗൺഷിപ്പ് രൂപീകരിച്ചത് എന്ന് പറയുന്ന ഒരു വിദണ്ഡവാദവുമായിട്ടാണ് ഇപ്പം ഈ പ്രശാന്ത് ഇങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് ആ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീണ മേഖലകളിലെല്ലാം വരികയും അവിടെ വന്ന് അവിടുത്തെ കുട്ടികളോടൊക്കെ കുശലം പറയുകയും ആ കുട്ടികളെ കൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് മടങ്ങിപ്പോയി. എങ്കിൽ തന്നെയും നമ്മുടെ കേരളത്തിന് ഗുണകരമായ രീതിയിൽ വയനാടിന് പ്രയോജനം കിട്ടുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും സംശയലേശമെന്നേ പറയാം, ഒരു കുന്തവും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്നിട്ടും ഈ പറയുന്ന ഈ രീതിയിൽ ഈ കള്ളപ്രചരണം നടത്തിക്കൊണ്ട് വോട്ട് മേടിക്കാൻ, അല്ലെ വോട്ട് തേടാനുള്ള ഇവരുടെ ഈ അസാമാന്യ തൊലിക്കെട്ടിയെ നമ്മൾ എന്താ പറയുക, അനുമോദിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് പറയുന്നത് അവിടുന്ന് വയനാട്ടിലേക്ക് പണം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യത്തെ, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയുടെ പ്രധാനമായും പണം മുടക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ് എന്നുള്ളത്. അപ്പോൾ ഈ പ്രശാന്ത് മലവയൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ഇവിടെ നമ്മൾ വയനാട്ടിൽ ഈ ഒരു ഉരുൾപൊട്ടിയ സമയത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നന്ദിയെങ്കിലും പ്രശാന്തിനുണ്ടാവണം. ഈ ഉരുൾപൊട്ടിയ സമയത്ത് നമ്മളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്നൊരു പേപ്പർ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും നിന്നിട്ടില്ല. നമുക്ക് ഇത്രയും ആൾക്കാർ മരണപ്പെട്ട ഈ ഒരു ദുരന്തത്തോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു കേന്ദ്ര സഹായം നമുക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും നമുക്ക് വെറും 560 കോടി രൂപ എന്തോ വായ്പയായിട്ട്, അതായത് തിരിച്ചടയ്ക്കേണ്ട രീതിയിലാണ് നമുക്ക് ആ പണം തന്നിരിക്കുന്നത്. അപ്പം ഈ സുരേഷ് ഗോപി അടക്കമുള്ളവർ നമ്മൾ ഇവിടുന്ന് വിശദമായിട്ട് റിപ്പോർട്ട് അയച്ചാൽ മാത്രമേ നമുക്ക് പണം തരൂ എന്നൊക്കെയുള്ള ഒരു ധാരണ എടുത്തപ്പോഴും നമ്മുടെ കേരളത്തിലുള്ളവർ ഒരുമിച്ച് നിന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഈ ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന് പ്രശാന്ത് പലപ്പോഴുമെങ്കിലും ഓർക്കുന്നത് നന്നായിരിക്കും. അല്ല, കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടുകണക്കിന് കൊണ്ട് മറിച്ചിട്ടല്ല. ഇതിനു മുമ്പ് പ്രളയമുണ്ടായ സമയത്ത് നമുക്കിവിടെ വിതരണം ചെയ്ത് റേഷനറിയുടെ പൈസ പോലും മേടിച്ച ഒരു സർക്കാരാണ് ഇപ്പോൾ പ്രശാന്ത് മലവയലിൻ്റേത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുന്നത് ഇടയ്ക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എന്നിട്ടും ഈ പറയുന്ന സത്യം ഇതാണെന്നിരിക്കെ ഇവിടെ പോയി നിന്നുകൊണ്ട് ഈ ടൗൺഷിപ്പിൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കള്ളം വിളമ്പാനുള്ള പ്രശാന്തിൻ്റെ ആ ഒരു ആർജവത്തെയും തൊലിക്കെട്ടിയെയും നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ തരമില്ല. എന്നിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പുതിയൊരു നമ്പറാണ്, അവിടെ പോയി നിൽക്കുക, അവിടെ പോയി ഏതെങ്കിലും ഒരു ചാനലിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇത് കണ്ടില്ല, ഇവിടെ വീട് പണിയൊന്നും പൂർത്തിയായിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ പോയി നിൽക്കുക. അവിടെ പോയി നിന്നിട്ട് പണി പൂർത്തിയാക്കാതെ സർക്കാർ ജനങ്ങളെ പറ്റിച്ചു എന്നുള്ള തരത്തിൽ ഒരു അപഖ്യാതിപരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു പുതിയ തരത്തിലുള്ള ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ശരിക്കും പ്രശാന്ത് ഇപ്പം വയനാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കേരളത്തിൽ ഇങ്ങനെ CMDRF വഴി ജനങ്ങൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് പണം സംസ്ഥാന സർക്കാർ പിരിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഒരിടത്ത് പോലും
ഒരു ബി ജെ പിക്കാരൻ്റെയും ₹1 നാണയം പോലും അതിനകത്ത് വീണിട്ടില്ല. ഇവിടെ നമുക്കറിയാം 2018 ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയമുണ്ടായി. ആ വിഷയമുണ്ടായ സാഹചര്യത്തിൽ ശബരിമലയിലേക്ക് ₹1 നാണയം പോലും കാണിക്ക വഴിപാടായി നൽകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണം നടത്തിയ ഒരു പാർട്ടിയാണ് BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ. എന്നിട്ട് പിന്നീട് എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. അതായത് കേരളത്തിന് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ, അതായത് നമുക്കറിയാം വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടേക്ക് ₹1 പോലും ഈ CMDRFിലേക്ക് നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചാരം കൊടുത്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് BJP ആണ് എന്ന് നമ്മളെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക നല്ലതാണ്. പ്രശാന്ത് പലപ്പോഴും ഓർത്തിരിക്കുക നല്ലതാണ്. എന്ന് വെച്ചാൽ ഈ സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്ന ഈ ടൗൺഷിപ്പ് പദ്ധതിയിൽ പ്രശാന്ത് മലവയൽ ഉൾപ്പെടെയുള്ള ഒരു പറ്റം BJPക്കാരുടെ ₹1 സഹായം പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. CMDRFിലേക്ക് ഫണ്ട് കൊടുക്കരുതെന്ന് നിങ്ങൾ പാർട്ടിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ UDFും BJPയും അക്കാര്യത്തിൽ ഡീലുണ്ടായിരുന്നു. ₹1 പോലും കൊടുക്കരുത്, പിണറായി വിജയൻ എടുത്ത് കട്ടുമുടിക്കുക എന്നാണ് നിങ്ങൾ അന്ന് കൊടുത്തിരുന്ന വ്യാപകമായ പ്രചരണം. പക്ഷേ CMDRFിലേക്ക് നിരവധി കോടിക്കണക്കിന് രൂപയാണ് എത്തിയത്. ജനങ്ങൾ ഈ പറയുന്ന BJP പറഞ്ഞ ഈ വ്യാജമായ ഇത്തരം ആരോപണങ്ങളെ ജനങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തള്ളിക്കളഞ്ഞു. അതാണ് സംഭവം ഉണ്ടായത്. എന്നിട്ടിപ്പോൾ പുതിയ തരത്തിലുള്ള പുതിയ ഗിമിക്സുമായിട്ട് ഇറങ്ങിയിരിക്കുക. നമുക്കറിയാം 2018 പ്രളയമുണ്ടായ സമയത്ത് വെറുതെ ടാർപ്പായം വലിച്ചു കയറ്റി സേവാഭാരതിയുടെ ബാനർ എഴുതി കെട്ടിക്കൊണ്ട് എത്ര ലോറികൾ ഓടി എന്നുള്ള കാര്യം നമുക്കറിയാം. ആൾക്കാർ നോക്കുമ്പോൾ സേവാഭാരതിയുടെ വണ്ടി ഓടുന്നുണ്ട്, ധാരാളമായി വണ്ടി ഓടുന്നു. അപ്പോൾ സേവാഭാരതിക്കാർ ഇവിടെ എന്തോ വലിയ പുണ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോന്നലുണ്ടാക്കി. ആ തോന്നൽ മാത്രമല്ല, കാറ്റ് നിറച്ച ലോറികൾ ഓടിക്കുന്ന കുതന്ത്രം മെനഞ്ഞുകൊണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഇവിടെ സംഘപരിവാറിൻ്റേത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഘപരിവാർ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട്, കേരളത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇവിടുത്തെ കേരളത്തിലെ BJPക്കാർക്ക് ആർക്കെങ്കിലും നാവ് പൊന്തിയോ? ഇവിടെ ഒരു കള്ളം പറഞ്ഞല്ലോ ഇവിടെ അമിത്ഷാ. ഇവിടെ നമുക്ക് കൃത്യമായി ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുൻപായി നമുക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് എത്ര വലിയ കള്ളമായിരുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ പറയുന്ന പ്രശാന്ത് മലവയൽ ചിന്തിച്ചിട്ടുണ്ടോ? പ്രശാന്ത് മലവയൽ, നിങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് വയനാട് ജില്ല. നിങ്ങളും വയനാട് ജില്ലയിൽപ്പെട്ട ഒരു സാധാരണ പൗരനാണെന്നേ. ആ നിങ്ങളെ പോലും വഞ്ചിക്കുന്ന സമീപനമാണ് BJP അന്ന് സ്വീകരിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്തോ? പ്രധാനമന്ത്രി കേരളത്തിൽ വയനാട്ടിൽ വന്നു പോയി ഒരു ചില്ലിക്കാശിൻ്റെ സഹായം കേരളത്തിന് തരാതെ പോയപ്പോൾ അന്ന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള ആർജവം ഈ പ്രശാന്ത് മലവയലിനെ പോലുള്ള നേതാക്കന്മാർക്കുണ്ടായോ? ഇല്ല. എന്നിട്ടിപ്പോൾ ആരാൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന നാണമില്ലാത്ത പരിപാടിയായി പോയില്ലേ പ്രശാന്ത് ഇത് എന്ന് ചോദിക്കേണ്ടി വരും. സ്വാഭാവികം. സർക്കാർ ഉണ്ടാക്കി കൊടുത്ത, സർക്കാർ അവിടെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു കൊടുത്ത ഈ ടൗൺഷിപ്പിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരികയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആരാൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന പോലെയുള്ള അവസ്ഥയാണിത്. ഒരു നാണം കെട്ട പരിപാടിയാണെന്ന് പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പ്രശാന്തിനെ പോലെയുള്ള BJP നേതാക്കന്മാർ കേരളത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഏറ്റവും ഹിമാലയൻ ബ്ലണ്ടർ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നാണം കെട്ട പരിപാടിയാണെന്ന് പറയാതിരിക്കാൻ തരവില്ല. എന്നിട്ട് ഇപ്പോൾ പോയിരുന്നുകൊണ്ട് അവിടെ പണി പൂർത്തിയായില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളിൽ പോയിട്ട് പണി പൂർത്തിയായില്ല എന്ന് പറയുന്നത് എന്തിനാ? അത് ഏത് തരത്തിലുള്ള വ്യാജ പ്രചരണമാണ്? പൊതുവേ കേരളത്തിൽ BJPക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അസംബന്ധ പ്രചരണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ അവിടെ മത്സരിച്ചോളൂ, അത് നിങ്ങൾ മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നിങ്ങൾ വിധേയപ്പെട്ട് കിടക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവായിട്ടോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ടോ നിങ്ങൾക്ക് അവിടെ മത്സരിക്കാം, ഒരു തെറ്റുമില്ല. ഈ പ്രചരണം നടത്താം, എല്ലാം നടത്താം. പക്ഷേ തെറ്റിദ്ധാരണകൾ കൊണ്ട് അല്ലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും കള്ളം പറഞ്ഞുകൊണ്ടും വോട്ട് നേടാനുള്ള ശ്രമം വെറുതെയാണ് എന്ന് മാത്രം പ്രശാന്ത് ഓർക്കുക.